ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നാളെ 6ാം ക്ലാസ്സിലത്തെ എല്ലാ കൂട്ടുകാർക്കും ഹിന്ദിയാണ് എക്സാം. അപ്പോൾ ഹിന്ദിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. സൂചന ഘടേ കെ അനുസാർ പ്രശ്നവും കെ ഉത്തർ ലിഖേം. അപ്പോൾ താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചിട്ട് അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താം. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. नीम उपयोगी पेड़ है, इसके फूल और पत्ते दवा के काम आता है, इसकी छाया शीतल होती है, नीम के बीज से तेल निकलता है. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാരഗ്രാഫ്. ഇതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. നീം കെ പേട് കി ഛായ കൈസി ഹോത്തി ഹെ. കൈസി ഹോത്തി ഹെ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഈ പാരഗ്രാഫിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. മീനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ പാരഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. എന്താണ്? ശീതൾ. എന്താണ്? ശീതൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നീം കെ ഫൂൽ അവർ പത്തേ കിസ്കെ കാം ആത്താ ഹെ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക? അതിൻ്റെ ആൻസർ എന്താ? ദവാക്കെ. എന്താണ്? ആദ്യത്തെ എ ആണ് വരിക, ദവാക്കെ. ഇനി അടുത്തത് നീം കെ ബീജ് സേ ക്യാ നിക്കൽത്താ ഹെ. നീം സെ ബീജ് സെ ക്യാ നിക്കൽത്താ ഹെ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക? തേൾ. എന്താണ്? തേൾ. അപ്പോൾ ഈ പാരഗ്രാഫിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഇനി വൃക്ഷയ്ക്ക് ലിയെ പ്രയുക്ത ശബ്ദ് കോൺസാ ഹെ. അപ്പോൾ വൃക്ഷ എന്ന് പറയുന്ന മീനിങ് വരുന്ന വേർഡ് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, പേടാണ്. എന്താണ്? പേട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താ? यहाँ नीम की कौन सी विशेषता बताई गई है. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക? ഉപയോഗി. എന്താണ്? ഉപയോഗി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക. ഇതിൻ്റെ മീനിങ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഈ പാരഗ്രാഫ് വായിച്ചു നോക്കിയാൽ, ഈ ലൈൻ വരുന്ന വരി വായിച്ചു നോക്കുക, അപ്പോൾ തന്നെ നമുക്ക് എന്താണ് ആൻസർ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ കൂട്ടുകാരത് നോക്കിയിട്ട് ചെയ്യുക. ഇങ്ങനത്തെ ഒരു ഗതിവിധി എന്തായാലും എക്സാമിന് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൂചന കവിതാംശ പടേ അവർ പ്രശ്നവും കാ ഉത്തർ ലിഖേം. അപ്പോൾ താഴെ ഒരു കവിത തന്നിട്ടുണ്ട്. അപ്പോൾ ആ കവിത വായിച്ചു നോക്കിയിട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ബാരി ബാരി ऋतुआम आती अपनी जाड़ा यहाँ दिगलाती, फल फूलों से भरे बगीचे, चिड़िया मीठे गीत सुनाती, देश मेरा यह सबसे न्यारा, कितना सुंदर कितना प्यारा. അപ്പോൾ ഒരു പോമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. യഹ് ആശയ് വാലി പങ്ക്തിയാം കവിതാംശ സേ ചുൻകർ ലിഖേം. അപ്പോൾ താഴെ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ച് മീനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മീനിങ് വരുന്ന ലൈന് എടുത്തെഴുതാൻ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് ആ ലൈന്. സമയ് സമയ് പർ ഋതുവാം ആത്തി ഹേ ഔർ അപ്നി ശോഭ ദിഗൽത്തി ഹേ. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഈ വരി വരുന്ന ലൈൻ ഏതാ? ബാരി ബാരി ഋതുവാം ആത്തി അപ്നി ജാഡ യഹാം ഗിലാത്തി. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ലൈന് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. കവിതാംശക്ക് ആശയ ലിഖേം. ഈ കവിതയ്ക്ക് ആശയം എഴുതാൻ. അപ്പോൾ നമുക്കതിൻ്റെ ആശയം എഴുതി നോക്കാം. यहाँ कवि कहते हैं कि मेरा देश सुंदर और प्यारा है और सबसे न्यारा है, यहाँ समय समय पर ऋतुआं आती है और अपनी शोभा दिखलती है, हमारे बगीचे फल फूलों से भरा है, बगीचे में चिड़िया मीठे गीत सुनाती है. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആ പോം നോക്കിയിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ആശയം എഴുതേണ്ടത്. ആ പോയം എഴുതിയാൽ തന്നെ അതിൽ കുറച്ച് വരികളൊക്കെ ചേർത്ത് കുറച്ച് വാക്കുകളൊക്കെ ആഡ് ചെയ്ത് എഴുതിയാൽ തന്നെ നമ്മുടെ ആശയമാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കി നോക്കാം. അതിലത്തെ സി ക്വസ്റ്റ്യൻ എന്താ? കവിതാംശക്ക് ലിയെ ഉചിത് ശീർഷക് ലിഖേ. ഉചിതമായ ഒരു ശീർഷകം കൊടുക്കാൻ. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ശീർഷകമായി കവിതയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ശീർഷകം വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത് എന്താ? മേരാ ദേശ്. എന്താണ്? മേരാ ദേശ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം.
അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കി നോക്കാം. എന്താണ്? സൂചന मार्च लेकर यह अंश पाठ അവർ അനുബന്ധ പ്രശ്നവും का उत्तर लिखे. അപ്പോൾ താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താൽ. അപ്പോൾ നമുക്ക് നോക്കാം. मार्च के दिनों हाथों में किताब और आंखों में नींद रहा करती थी. दो पन्ने पलटते ही नींद के हाथ आकर आंखों पर पलके गींच जाते. उन दिनों अक्सर ये सोचते कि कशा आंखें बंद किए पढ़ाई हो पाती. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാരഗ്രാഫ്. നമുക്ക് താഴെയുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കാം. എന്താണ്? दो पन्ने पलटते ही नींद के हाथ आकर आंखों पर पलके गींच जाते. इसका मतलब क्या है? അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? കിതാബ് പഠന ശുരു करते ही नींद आ जाती है. കിതാബ് തുറന്നാൽ ഉറക്കം വരും അല്ലേ? അതാണ് കിതാബ് പഠന ശുരു करते ही नींद आ जाती है. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. പരീക്ഷ के दिनों के अपने अनुभवों को टिप्पणी के रूप में लिखे. അപ്പോൾ പരീക്ഷയുടെ ദിവസം അതിൻ്റെ അനുഭവത്തെക്കുറിച്ചിട്ടുള്ള ഒരു ടിപ്പണി തയ്യാറാക്കുക. എന്താണ്? പരീക്ഷ के दिनों के अपने अनुभवों को टिप्पणी की शुरू में लिखे. അപ്പോൾ നമുക്ക് അത് എഴുതി നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. मार्च के दिन मेरे लिए भी ऐसे है. मार्च परीक्षाओं का महीना. सभी विषय पढ़ना है. गणित पढ़ते वक्त अंग्रेज़ी की याद आती है. फिर विज्ञान और हिंदी सब एक साथ पढ़ने के इच्छा से पढ़ते वक्त नींद भी आती है. नींद आती तो फिर पढ़ना बंद. मेज पर सिर रखकर आराम करता हूँ. तब भूख लगेगी. ഇസി പ്രകാർ കിത്തിന വ്യസ്ത ഹേവേ ദിൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടിപ്പണി തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ടിപ്പണി എന്തായാലും കൂട്ടുകാർ പരീക്ഷയ്ക്ക് നോക്കിയിട്ട് വേണം പോവാൻ. അതുപോലെ തന്നെ ഒരു പാരഗ്രാഫ് തരും, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് പാരഗ്രാഫ് നന്നായി വായിച്ച് നോക്കിയാൽ അതിലുള്ള ആൻസറൊക്കെ കിട്ടും. അപ്പോൾ അത് കൂട്ടുകാർ നോക്കുക. ദെൻ അതുപോലെ തന്നെ പോം തരും. പോയത്തിന് ശീർഷകം എഴുതാനുണ്ടാവും. അപ്പോൾ കവിതയുമായി ബന്ധപ്പെട്ട് ഏത് ശീർഷകം വേണമെങ്കിലും കൂട്ടുകാർ ഇഷ്ടം പോലെ എഴുതാം. ശീർഷകം എഴുതുക. ഇനി അതുപോലെ തന്നെ ആ കവിതയുടെ ആശയം എഴുതാനുണ്ടാവും. അപ്പോൾ ആശയം ആ കവിത ഒക്കെ ചേർത്ത് അതിൽ കുറച്ചും കൂടി ലൈൻസ്, കുറച്ചും കൂടി വാക്കുകൾ, നമ്മളുടേതായ വാക്കുകൾ, നമുക്ക് ഇന്ന ലൈനാണ് ഇഷ്ടപ്പെട്ടത്, ഇനി കവിയുടെ പേര് തന്നിട്ടുണ്ടെങ്കിൽ കവിയുടെ പേരും കൂടി എഴുതിയാൽ അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആശയം തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് എഴുതാൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ കൂട്ടുകാർ നന്നായി നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.